കോഴിക്കോട് കൂടി പോവുകയാണ്. കോഴിക്കോട് നിന്ന് സരീഷ് പി കെ ചേരുന്നു. സരീഷ്, എന്തായാലും ഈ നമ്പർ കാണിക്കുമ്പോൾ ഉള്ളതുപോലെയല്ല കോഴിക്കോട്ടെ നിലവിലെ സ്ഥിതി എന്നറിയാം. കാരണം ഇഞ്ചോടിഞ്ച് മത്സരമാണ് എല്ലായിടത്തും. പലയിടത്തും നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കൂടുതൽ സീറ്റുകൾ നേടാൻ അത് LDF സാധിച്ചു എങ്കിൽ കൂടി നിസാരമായ വോട്ടുകൾക്കാണ് പലയിടത്തും ജയിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ഇത്തവണ UDF വച്ചു പുലർത്തുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ തവണ 78.41% പോളിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 81-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. അതുതന്നെയാണ് UDF വലിയ ആത്മവിശ്വാസമായി പറയുന്നത്. കാരണം ന്യൂനപക്ഷ മേഖലകളിലൊക്കെ കൂട്ടത്തോടെ ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം മേഖലകളിലൊക്കെ വലിയ വോട്ടിംഗ് ശതമാനം ഗണ്യമായി ഉയരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കേന്ദ്രങ്ങളിലൊക്കെ തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്താകും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് UDF പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് LDF കണക്ക് കൂട്ടുന്നത് തങ്ങളുടെ കഴിഞ്ഞ 10 വർഷത്തെ വികസനം അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് LDF കഴിഞ്ഞ കുറേ കാലങ്ങളായി ജയിച്ചു വരുന്ന മണ്ഡലങ്ങളിലൊക്കെ വലിയ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തങ്ങൾക്ക് ഗുണകരമാകും എന്നുള്ളത് തന്നെയാണ്. കാരണം നിലവിൽ 13 മണ്ഡലങ്ങളിൽ ഏതാണ്ട് 10-ലേറെ മണ്ഡലങ്ങളിലും 80%-ലേറെ പോളിംഗ് ഇപ്പോൾ തന്നെ, അതായത് ഏതാണ്ട് മുഴുവനായിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ തന്നെ 80%-ലേറെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുന്നമംഗലം മണ്ഡലമാണ്. കുന്നമംഗലത്ത് കഴിഞ്ഞ തവണ പോളിംഗ് കുറവായിരുന്നെങ്കിൽ ഇത്തവണ വലിയ മാറ്റം ആ കുന്നമംഗലത്ത് ഉണ്ടാകുന്നു. ഇപ്പോൾ തന്നെ 83.689 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം മേഖലകളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി LDF ജയിച്ചു വരുന്ന അത്തരം മണ്ഡലങ്ങളിലൊക്കെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധന ഉണ്ടാകുന്നത് തങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. നിലവിലെ ഒരു കണക്ക് പരിശോധിച്ചാൽ 80%-ന് മുകളിലേക്ക് എത്തിയിട്ടുള്ളത് മിക്കതും LDF കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജയിച്ച മണ്ഡലങ്ങളാണ്. അതോടൊപ്പം തന്നെ UDF 2 മണ്ഡലങ്ങളാണ്. 11-2 എന്ന രീതിയിലായിരുന്നു 2011-ൽ ജയിച്ചു കയറിയത്. 11 മണ്ഡലങ്ങളിൽ LDF-ഉം 2 മണ്ഡലങ്ങളിൽ UDF-ഉം. അതിൽ ഒന്ന് വടകരയായിരുന്നു. ആ വടകരയിൽ KK രമ ജയിച്ച മണ്ഡലമാണ്. KK രമ ഇന്ന് ഉച്ചയോടെ തന്നെ അവർ പറഞ്ഞത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കൂടുതലായി വോട്ട് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായും കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം വർദ്ധിക്കുകയാണെങ്കിൽ തന്റെ പോളിംഗ് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ വലിയ വർധനവുണ്ടാകും എന്നുള്ള ആത്മവിശ്വാസമായിരുന്നു അവർ പങ്കുവച്ചത്. യഥാർത്ഥത്തിൽ അവർ കണക്ക് കൂട്ടുന്നതും അതുതന്നെയാണ്. SIR-ന്റെ ഒക്കെ ഭാഗമായി കൂടുതലായി ന്യൂനപക്ഷ മേഖലകളിൽ ഉൾപ്പെടെ, പ്രത്യേകിച്ച് ഈ കുന്നമംഗലം ഉൾപ്പെടെയുള്ള മേഖലകളിലെ വടക്കൻ മേഖലയിൽ നിന്ന് കൂടുതലായി ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. രാവിലെ 7 മണി മുതൽ തന്നെ കൂടുതൽ ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂട്ടത്തോടെ എത്തുന്നു. പ്രായമായവർ ഇത്തവണ കൂടുതലായി വോട്ട് ചെയ്യാനെത്തുന്നു. കഴിഞ്ഞ തവണ ഒന്നും കാണാത്ത രീതിയിൽ യുവജന വിഭാഗം, പ്രത്യേകിച്ച് യുവാക്കൾ കൂടുതലായി എത്തുന്നു. പ്രത്യേകിച്ച് ഉച്ച സമയത്ത് പോലും യുവാക്കൾ എത്തുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ കഴിഞ്ഞ തവണയൊക്കെ യുവാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് രാവിലെയും ഒപ്പം തന്നെ വൈകിട്ടും സമയത്ത് മാത്രമാണ്. പക്ഷേ ഇത്തവണ അതിൽ നിന്നൊക്കെ മാറ്റം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറ്റ്യാടിയിലും വലിയ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. കുറ്റ്യാടി കഴിഞ്ഞ തവണ LDF പിടിച്ചെടുത്ത മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ മാറ്റമുണ്ടാകും, UDF ഇത്തവണ മാറ്റമുണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടാകുന്നത്. കാരണം സിറ്റിംഗ് MLA-യും മുൻ MLA-യും തമ്മിലുള്ള പോരാട്ടമാണ് കുറ്റ്യാടി മണ്ഡലത്തിൽ. കഴിഞ്ഞ 2016-ൽ അവിടെ വോട്ടിംഗ് ശതമാനം ഗണ്യമായി വർദ്ധിച്ചിരുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ മേൽക്കൈയുള്ള മേഖല കൂടിയാണ് കുറ്റ്യാടി. സ്വാഭാവികമായും അത്തരത്തിലുള്ള മേഖലകളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നത് UDF-ന് അനുകൂലമാണ് എന്നുള്ളതാണ് അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു ന്യായീകരണം. അതോടൊപ്പം തന്നെ നാദാപുരം ഉൾപ്പെടെയുള്ള, നാദാപുരമാണ് കോൺഗ്രസിന് ഒരുപക്ഷെ ഇത്തവണയെങ്കിലും ഒരു സീറ്റ് ലഭിക്കും എന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം. അവിടെ അഭിജിത്തും വസന്തവും തമ്മിലുള്ള മത്സരമാണ്. ഇപ്പോഴും അവർ ഏറ്റവും അവസാനത്തെ പോളിംഗ് ശതമാനം അവസാനിക്കുമ്പോഴും നാദാപുരം മണ്ഡലത്തിൽ കൃത്യമായി തങ്ങളുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസിനുള്ളത്. കാരണം നാദാപുരത്ത് അഭിജിത്തിനെ മത്സരിപ്പിച്ചതിലൂടെ തന്നെ യുവാക്കളുടെ വോട്ട് ഉറപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം. അതോടൊപ്പം തന്നെ കൂടുതൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളെയൊക്കെ അവിടെ മണ്ഡലത്തിൽ ഇറക്കുകയും പ്രചാരണം നടത്തുകയും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ പല തവണ അഭിജിത്തിനായി മണ്ഡലത്തിൽ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രാറ്റജികൾ കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അപ്പുറത്തേക്ക് വന്നാൽ കൊയിലാണ്ടിയിൽ പ്രവീണിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നായിരുന്നു UDF പ്രതീക്ഷ. പക്ഷേ ഇത്തവണ അതിന് സാധിക്കുമോ എന്നൊരു സംശയം ഈ വോട്ടിംഗ് ശതമാനത്തിൽ തന്നെയുണ്ട്. കാരണം CPIM-ന് കൂടുതൽ മേൽക്കൈയുള്ള മേഖലകളിലാണ് ഇത്തവണ വോട്ടിംഗ് കൂടിയിട്ടുള്ളത് എന്നുള്ളതും പ്രധാനമായി നമ്മൾ എടുത്തു കാണേണ്ടതാണ്. അവിടെ കെ ദാസൻ ഒരുപക്ഷെ വീണ്ടും ജയിക്കാനുള്ള സാധ്യത ഈ വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് വായിച്ചെടുക്കാനാകുന്നതാണ്. അതോടൊപ്പം ഏറ്റവും ശക്തമായ ഒരു പോരാട്ടവും വിവാദവും നിലനിന്നിരുന്ന ഒരു മണ്ഡലമാണ്
പേരാമ്പ്ര. ടി.പി. രാമകൃഷ്ണൻ കഴിഞ്ഞ തവണ 22,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമാണ്. പക്ഷേ അവിടെ ഇത്തവണ നമുക്ക് നോക്കിയാൽ പേരാമ്പ്രയിൽ രാവിലെ മുതൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ മുതൽ തന്നെ ഒരു വിഭാഗം ആളുകൾ കൂടുതലായി എത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ വോട്ട് എങ്ങോട്ടേക്ക് പോകും? പ്രത്യേകിച്ച് അവിടെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. മതം പറഞ്ഞ് വോട്ട് നേടുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ എന്ത് വിധി എന്നുള്ളത് രണ്ട് മുന്നണിയും ആകാംക്ഷയോടെ നോക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ബാലുശ്ശേരിയിലും രണ്ട് യുവാക്കൾ തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ഒരു ഭാഗത്ത് സച്ചിൻ ദേവും മറുഭാഗത്ത് സൂരജും തമ്മിലുള്ള മത്സരമാണ്. അവിടെ സച്ചിൻ ദേവിന് അല്പം മേൽക്കൈയുണ്ട്. പക്ഷേ ഇത്തവണ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തിയത് കൊണ്ട് തന്നെ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നിലവിലെ വോട്ടിംഗ് ശതമാനത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. മറ്റൊരു മണ്ഡലം എലത്തൂരാണ്. എലത്തൂരിൽ AK ശശീന്ദ്രന് നിരവധി അപരന്മാരുണ്ട്. അതോടൊപ്പം തന്നെ PK ശശീന്ദ്രൻ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ജയിക്കും എന്നുള്ളതാണ് AK ശശീന്ദ്രൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ആ സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത് മണ്ഡലങ്ങൾ, ഈ കോഴിക്കോട് നോർത്ത് സൗത്ത് മണ്ഡലങ്ങളിലും 80%-ലേറെ വോട്ട് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരുപക്ഷെ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. കാരണം നോർത്തിൽ അവിടെ തോട്ടത്തിൽ രവീന്ദ്രനും അതോടൊപ്പം തന്നെ K ജയന്തും നവ്യ ഹരിദാസുമാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായും അവിടെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം BJP അല്പമെങ്കിലും മേൽക്കൈ ഉണ്ടാക്കും എന്ന് കരുതുന്ന ഒരു മണ്ഡലമാണ് അത്. അതോടൊപ്പം തന്നെ റെനീഷിന്റെ വരവ് സൗത്തിലും ത്രികോണ മത്സരത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചൊരു മണ്ഡലമാണ് ബേപ്പൂർ മണ്ഡലം. ആ ബേപ്പൂർ മണ്ഡലത്തിലും ശക്തമായ പോരാട്ടം നടന്നിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ വോട്ടിംഗ് എന്നത് അല്പസമയം കഴിഞ്ഞ് മാത്രമേ വ്യക്തമാവൂ. നമ്മൾ കണ്ടതുപോലെ കോഴിക്കോട് നമ്മൾ ഉജ്ജ്വലമായ പോരാട്ടം നടന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ എല്ലാ മുന്നണികളും, മൂന്ന് മുന്നണികളും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. നമുക്കറിയാം കോഴിക്കോട് നഗരത്തിലാകുമ്പോൾ അത് NDAക്ക് കൂടി വലിയ പ്രതീക്ഷയോടെ NDAയും കാണുന്ന സ്ഥലങ്ങളായി മാറിയിട്ടുണ്ട്. അവരുടെ പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ ആത്മവിശ്വാസത്തിലാണ് NDAയും ഉള്ളത്. എന്തായാലും മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്.